ഇപ്പോൾ അവിടെ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഒരു പ്രതികരണം ലഭ്യമാകുന്നുണ്ട്. അതിലേക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. നിലവിൽ ഈ വീട്ടിൽ നിന്നും നമ്മൾക്ക് മുഹമ്മദ് ആഷാം കെ എന്ന് പറയുന്ന ഒരാളുടെ ബോഡിയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ മുകളിലായിട്ട് ഇപ്പൊ നമ്മൾക്ക് ഈ സ്ഥലത്ത് നിന്ന് ഈ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ഒരാളുടെ ചാലാട് സ്വദേശിയാണ്. ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 728/25 എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിന്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഇവരെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടത്തി വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോഷന്റെ കാര്യങ്ങളും അതിന്റെ പോയിന്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് സയന്റിഫിക് പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. നിലവിൽ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റോളിനെ പറ്റിയിട്ട് നമുക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൽ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേയധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. സീനിൽ നിന്ന് നിർമ്മാണം നടന്നതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നടന്നു. ഇപ്പൊ നമ്മളുടെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ ഏരിയ ഒന്ന് പോസ്റ്റ് ബ്ലാസ്റ്റ് സെനാരി ആയതുകൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുണ്ട് ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ കൂടുതലായിട്ടും. ഇല്ല, നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എത്രമാത്രം അവിടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഗൺ പൗഡർ ആണെങ്കിലും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അയാളുടെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള അനൂപാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തതായിട്ട് കാണുന്നത്. അയാൾ നിലവിൽ ഈ സംഭവ സ്ഥലത്ത് ഇപ്പം നമ്മൾക്ക് ഇല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മറ്റ് അറസ്റ്റും കൂടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ അനൂപ് എന്ന് പറയുന്ന ഒരാൾക്ക് മുൻപ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിന്റെ കേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലേക്കും വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്തൊക്കെ ആൾ വീട് മാറി മാറി പോകുന്നായിരുന്നു. ആളുടെ പേരിലല്ല എക്സാക്ട്ലി വീട് എടുത്തിരിക്കുന്നത്, മറ്റൊരാളുടെ പേരിലൊക്കെയാണ് ഈ വീട് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഇവിടെ താമസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന് ലൈസൻസ് ഇല്ല. ഈ പറഞ്ഞിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിലേക്കുള്ള അനുമതിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളല്ല നടന്നിരിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്നുള്ളതൊക്കെ പോസ്റ്റ് ബ്ലാസ്റ്റ് പ്രൊസീജിയേഴ്സും ഫോറൻസിക് അനാലിസിസും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ സെർച്ച് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ആണ്. കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഈ ഒരു പോയിന്റിൽ നമ്മൾക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു സ്റ്റേജിൽ ഈ സ്റ്റേജിൽ അതൊരു അനാലിസിസ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് ആ ഒരു കാര്യം ഇപ്പോഴത്തെ നിലവിൽ പറയാൻ വേണ്ടി കഴിയില്ല. സെർച്ച് ഓപ്പറേഷൻസ് കഴിയും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, ഇന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ. ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സ്ഥിരീകരിക്കുകയാണ് അമൃത സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ചെയ്തത്. അതിൽ പുതിയതായി അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കണ്ടെത്തിയ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മുഹമ്മദ് ആഷാം എന്ന ചാലോട് സ്വദേശിയുടേതാണ്. നിലവിൽ ഈ വീട് വാടകയ്ക്കെടുത്തിരുന്ന അനൂപ് മാലിക്കിന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള മുഹമ്മദ് ആഷാം എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥിരീകരിക്കുന്നു. മറ്റൊന്ന്, അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ്. അത് ക്രൈംബ്രാഞ്ച് SCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയാണ് ഈ കേസിന്റെ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പുതിയതായി പറഞ്ഞിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതുപോലെ അനൂപ് മാലിക് എന്ന് പറയുന്ന ഒരാളാണ് ഈ വീട് ഏതാണ്ട് ഒരു വർഷവും 3 മാസവും മുമ്പ് വാടകയ്ക്ക് എടുക്കുന്നത്. ഇതൊരു നാട്ടിൻപുറമാണ്. സ്വാഭാവികമായും ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇത്തരത്തിൽ ഒരു ടാറിംഗ് റോഡ് പോലുമില്ലാത്ത ഒരു മൺ റോഡ് മാത്രമുള്ള തികച്ചും നാട്ടിൻപുറമായ ഒരു സ്ഥലം, ആ സ്ഥലത്ത് വന്നൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നു. ആ വാടകയ്ക്ക് എടുത്തത് അനൂപ് അല്ല നേരിട്ട് ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന ആളോട് നേരിട്ട് വീട് വാടകയ്ക്ക് എടുത്തതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മറ്റൊരാളാണ് ആ വീട്
ഇതിന്റെ ഹൗസ് ഓണറോട് വാടകയ്ക്ക് വാങ്ങുന്നത്. അതിനുശേഷം അയാളുടെ കയ്യിൽ നിന്നാണ് ഈ അനൂപ് ഈ വീട് വാങ്ങുന്നത്. അനൂപ് ഒരിക്കലും ഇവിടെ വന്നിരുന്നില്ല. അനൂപിന്റെ 2 ജോലിക്കാരാണ് ഇവിടെ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നത്. വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് ഗുണ്ട് പോലുള്ള വലിയ സ്ഫോടന ശേഷിയുള്ള പടക്കങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്.